ഹലോ, ഞങ്ങൾ ജാത്രയ്ക്ക് പുറപ്പെട്ടിട്ടുണ്ട് കുശാൽ നഗർ. അപ്പോൾ നമ്മുടെ മാന്യ റെഡി ആയിട്ടുണ്ട്. കാണിക്കും, മാന്യ ഫുള്ള് സ്റ്റൈലായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഞാൻ വീഡിയോ ഇടാം. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ചെറിയ ചെറിയ ക്ലിപ്പാണെങ്കിൽ ക്ലിപ്പ് എടുത്തിട്ട് ഇടാം. ഫുൾ റഷ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ അങ്ങനെ ഇവിടുന്ന് പോകുമ്പോഴേ ഫുള്ള് നല്ല ഉണ്ടായി. ഫുള്ള് ലൈറ്റിങ്സൊക്കെ ആയിട്ട് ഞങ്ങൾ 2-3 പേരുണ്ടായി ഇവിടുന്ന് പോകുമ്പോൾ. പക്ഷേ നല്ല സെയിം മൈസൂർ, ഞങ്ങളുടെ മൈസൂർ ദസറയെല്ലാം എങ്ങനെ ലൈറ്റിങ്സ് ആവും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായി കുശാൽ നഗരം. അടിപൊളിയായിരുന്നു. പിന്നെ അത്രയ്ക്കേ ആളും ഉണ്ടായി. ഇന്നലെ സൺഡേ ആയിരുന്നു, അതുകൊണ്ടാണെന്നറിയില്ല, അത്രയ്ക്ക് ആളുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇവളിനെ ഇവിടേക്ക് വെള്ളത്തിൻ്റെ ഇതിന് പോകാൻ അവൾ കുറേ പറഞ്ഞു. പക്ഷേ വീട്ടിൽ എന്താ പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇതാക്കാനുള്ളത് അവൾക്ക് ആവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് വിടാത്തതാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബൈക്ക് റൈഡിങ്. അതിൻ്റെ പേരെന്താണെന്നുള്ളത് നിങ്ങൾ ബൈക്ക് റൈഡിങ് അതെന്താണെന്നുള്ളത് കമൻറ്റ് ആക്കണേ. നല്ല ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായി അത് കാണാൻ. അത്രയ്ക്കും ആൾക്കാരുണ്ടായി. ഞങ്ങൾ ലാസ്റ്റിൽ അത് തുടങ്ങുന്ന മൂമെൻറ്റിൽ അങ്ങനെ പോയതാണ്. നെക്സ്റ്റ് മാന്യനെ ഈ ചെറിയ കാറിൽ ഇരുത്തിയായിരുന്നു. അവളെ ഒന്നും ഇരുത്തിയിട്ടുണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ അവളിനെ ഈ ചെറിയ കാറിലിരുന്നു. ഇരിക്കുമ്പോൾ ആൾ ഉഷാറായിരുന്നു. ഇരുന്ന് കുറച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊരു ഇതായി, നല്ല ചെറിയ കളിയെല്ലാം ആയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കരയാൻ തുടങ്ങി പെണ്ണ്. അവൾ ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവളിനെടുത്ത് അങ്ങനെ അവിടെ ഉള്ളത് മൊത്തം ഫുള്ള് ഷോപ്പിംഗ് ആയിരുന്നു. ഫുള്ള് ആൾക്കാരൊക്കെ ഉണ്ടായത് ആ കടേൻ്റെ മുമ്പിലായിരുന്നു. കുറച്ച് ആൾക്കാർ കളിക്കുമായിരുന്നു, കുറച്ച് ആൾക്കാർ ഇതാക്കുമായിരുന്നു. നല്ല ഉണ്ടായി. എല്ലാം നോക്കുമ്പോൾ നല്ല ഉണ്ടായി. ലൈറ്റിങ്സ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ഉള്ളിലും അത്രയും പുറത്തും അത്രയും റോഡിലും എല്ലാം അങ്ങനെ നല്ല മൈസൂർ ദസറ അങ്ങനെ ഉണ്ടായി. പിന്നെ ആ കൊലംബസൊക്കെ ഉണ്ടായി. പക്ഷെ അതിൻ്റെ ഹൈറ്റൊക്കെ കാണുമ്പോൾ സത്യമായിട്ടും പേടിച്ച് പോയി. ഞങ്ങൾ മാന്യ ചെറുതായതുകൊണ്ട് ഞങ്ങൾ ഒന്നുമില്ല ഇരുന്നിട്ടില്ല. ഇതെല്ലാം കാണുമ്പോൾ സത്യമായിട്ട് നല്ല പേടിയായി. എന്താ പറഞ്ഞാൽ അത്രയ്ക്കും ഹൈറ്റിലായിരുന്നു പോണത്. അതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നുമില്ല ഇരിക്കാൻ പോയിട്ടില്ല. കൊച്ചുള്ളത് കൊണ്ട് ഒന്നുമില്ല ഇരിക്കാൻ പോയിട്ടില്ല. ബൈക്ക് റൈഡൊന്നും അതൊന്നും കണ്ടു. പിന്നെ മാന്യനെ ഇതിലിരുത്തി. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പക്ഷെ നല്ല ഇതൊക്കെ ഉണ്ടായി. അങ്ങനെ ഇപ്പോൾ ഇനി നെക്സ്റ്റ് ഇയർ കാണാം രാത്രി. ബൈ.